OPNewsന്റെ 54ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സ്മാർട്ട് ഫോണുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ ഫീച്ചർ എന്ന ചെറിയൊരു സീരീസാണ് OPNews. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഹെഡ്ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പോക്കോയുടെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ഫോണായ POCO C3 അടുത്ത ആഴ്ച ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ഗൂഗിൾ പിക്സൽ 4യുടെ ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിരിക്കുകയാണ് ഇന്ത്യയിൽ. LGയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണായ LG വെൽവെറ്റ് ഇന്ത്യയിലോട്ട് വരുന്നു. അത് ഒക്ടോബറിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ന്യൂസിലോട്ട് കിടക്കാം. പോക്കോയുടെ POCO C3 എന്ന് പറഞ്ഞ ഫോൺ ഈ വരുന്ന ഒക്ടോബർ 6-ാം തീയതിയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇത് വീണ്ടും ഒരു റീബ്രാൻഡഡ് ഫോൺ തന്നെയാണ്. പോക്കോ പിന്നെയും ഒരു റീബ്രാൻഡ് ഫോൺ കൊണ്ടുവന്നിരിക്കുകയാണ്. പോക്കോ M2 Pro റീബ്രാൻഡ് ചെയ്തിറക്കി, പോക്കോ M2 റീബ്രാൻഡ് ചെയ്തിറക്കി, ഇപ്പോൾ പിന്നെ പോക്കോ C3 റീബ്രാൻഡ് ചെയ്തിട്ട് ഇറക്കുന്നു. ഇത് ഏത് ഫോണിൻ്റെ റീബ്രാൻഡാണെന്ന് ചോദിച്ചാൽ റെഡ്മി 9C എന്ന് പറഞ്ഞിട്ടുള്ള ഫോണിൻ്റെ റീബ്രാൻഡാണ്. റെഡ്മി 9C എന്നത് നമ്മുടെ റെഡ്മി 9 ഉണ്ടല്ലോ, ഇന്ത്യയിലെ റെഡ്മി 9ൻ്റെ ഒരു ഗ്ലോബൽ വേരിയൻ്റ് ആണ്. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ ഇന്ത്യയിലെ റെഡ്മി 9-ആയിട്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് റെഡ്മി 9-ൽ ഒരു ഡുവൽ ക്യാമറയാണ് ലഭിച്ചിരുന്നെങ്കിൽ റെഡ്മി 9Cയിൽ ഒരു ട്രിപ്പിൾ ക്യാമറയാണ് ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പുള്ളൊരു ഫോണാണ് നമുക്ക് ഇന്ത്യയിലോട്ട് പോക്കോ C3 എന്ന് പറഞ്ഞ ഫോൺ എന്ന പേരിൽ വരുന്നത്. അപ്പോൾ നമുക്ക് പോക്കോ C3യുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും എന്ന് നോക്കാം. പോക്കോ C3 നമുക്ക് ലഭിക്കുന്ന ഒരു 6.53 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ്. ഇതൊരു വാട്ടർ ഡ്രോപ്പ് നോച്ചുള്ള ഡിസ്പ്ലേ തന്നെയാണ്. ഈ ഫോണിൽ യൂസ് ചെയ്യാവുന്ന പ്രൊസസർ എന്ന് പറഞ്ഞാൽ MediaTek Helio G35 എന്ന് പറഞ്ഞ പ്രൊസസർ തന്നെയാണ്. നമുക്ക് ഇന്ത്യയിൽ റെഡ്മി 9 ഇറങ്ങിയത് 4GB RAM 64GB ഇന്റർണൽ സ്റ്റോറേജുള്ള ഒരൊറ്റ വേരിയൻ്റ് ആയിട്ടാണ്. പക്ഷേ നമുക്ക് പോക്കോ ആയിട്ട് ഇറങ്ങുമ്പോൾ വേറെ വേരിയൻസ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. മിക്കവാറും ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും. ഒരു 3GB RAM 32GB ഇന്റർണൽ സ്റ്റോറേജ് വന്നിട്ട് കുറച്ചുകൂടി ഒരു അഗ്രസീവ് പ്രൈസിങ്ങിൽ ഇറക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. 13 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത്, 2 മെഗാപിക്സലിൻ്റെ മാക്രോ. ട്രിപ്പിൾ എന്ന് പറഞ്ഞാലും കാര്യമൊന്നുമില്ല, രണ്ടെണ്ണം വെറുതെ എണ്ണം തേക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് കാരണം നമുക്ക് റെഡ്മി 9-ആയിട്ട് ഇതിലോട്ട് വരുമ്പോൾ അത്ര വലിയ ക്യാമറയുടെ കാര്യത്തിലൊരു അഡ്വാൻറ്റേജ് ഒന്നും വരുന്നതും ഇല്ല. 5 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. 5000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. ഇതിപ്പോൾ അടുത്ത ദിവസം ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഈ ഫോൺ ലോഞ്ച് ചെയ്തുകൊണ്ട് നമ്മളിതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അടുത്ത ന്യൂസിലോട്ട് പോകുന്നതിന് നമ്മുടെ ഇന്നത്തെ ക്വിസാണ്. നമ്മൾ ഇപ്പോൾ റെഡ്മി 9-ഉം പോക്കോ C3 ഒക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സീരീസിൽ നിന്ന് തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ എടുക്കാം. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് റെഡ്മി 9A ഉണ്ടായിരുന്നല്ലോ, റെഡ്മി 9Aയിൽ യൂസ് ചെയ്ത പ്രൊസസ്സർ ഏതാണ്? 3 ഓപ്ഷനാണുള്ളത്. MediaTek Helio A25, MediaTek Helio G35, MediaTek Helio G25. ഏതാണ് ആ പ്രൊസസ്സർ എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ കമൻറ്റിൽ അറിയിക്കുക. ഗൂഗിളിൻ്റെ പിക്സൽ 4 ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ 2 മാസത്തിൽ കൂടുതലായി. ഈ കഴിഞ്ഞ ദിവസമാണ് പിക്സൽ 4 5Gയും പിക്സൽ 5ഉം ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞൊരു അനൗൺസ്മെൻ്റ് ആണ് ഇപ്പോൾ നമുക്ക് ഗൂഗിളിൻ്റെ പിക്സൽ 4യുടെ ഇന്ത്യൻ ലോഞ്ച് എപ്പോഴാണെന്ന്. അപ്പോൾ ഇന്ത്യൻ ലോഞ്ച് ഒക്ടോബർ 17-ാം തീയതിയാണ്. ഇതൊരു ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് ഫോണായിരിക്കും. ഫ്ലിപ്കാർട്ടിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. നമുക്ക് വേറെ ആമസോണിലോ അവിടെ ഒന്നും ലഭിക്കില്ല. സ്റ്റോറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കുകയേ വേണ്ട. പിന്നെ ഗൂഗിളിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇതിൻ്റെ പ്രൈസിങ് പിന്നെയും ഒരുമാതിരി നല്ല ഓവർ പ്രൈസ്ഡ് ആയിട്ടായിരിക്കും ഇന്ത്യയിലോട്ട് വരുന്നത് എന്നാണ് തോന്നുന്നത്. എന്നിരുന്നാലും നമുക്ക് ഇതിൻ്റെ ലോഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. LG അവരുടെ ഒരു പുതിയ ഫ്ലാഗ്ഷിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, LG വെൽവെറ്റ് 5G എന്ന് പറഞ്ഞിട്ട്. ഇത് കൊറിയയിലൊക്കെ ലോഞ്ച് ചെയ്തിട്ട് 3 മാസത്തിന് മേലെയായി. ഇന്ത്യയിലോട്ട് വരുമോ ഇല്ലയോ എന്ന് അപ്പോഴും സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊരു കൺഫർമേഷൻ അല്ല, അതിൻ്റെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇത് ഇന്ത്യയിലോട്ട് ഒക്ടോബറിൽ വരുന്നുണ്ട്. ഇത് ഒഫീഷ്യലി ഒരു ഡെമോൺസ്ട്രേഷനൊക്കെ ഒക്ടോബർ 6-ാം തീയതിയാണ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒഫീഷ്യൽ ലോഞ്ച് അല്ലെങ്കിൽ സെയിലൊക്കെ തുടങ്ങുന്നത് ഈ മാസം ഇന്ത്യന് മുമ്പായിരിക്കും എന്നാണ് റിപ്പോർട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ ലോഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ ഫോൺ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ടെക് ന്യൂസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതേപോലത്തെ ഫോൺ ന്യൂസുകൾ ആദ്യം തന്നെ അറിയാം നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനോട് ക്ലിക്ക് ചെയ്യുക. Infinix HOT 10 എന്ന് പറഞ്ഞ ഫോൺ ഈ വരുന്ന ഒക്ടോബർ 4-ാം തീയതി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നമ്മുടെ അപ്കമിങ് ഫോൺസിൻ്റെ ലിസ്റ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ ആണ്, ഇവിടെ ആ കാർഡ് വരുന്നതായിരിക്കും. അതിൽ നമ്മൾ അടുത്ത മാസം അല്ലെങ്കിൽ ഈ ഒക്ടോബർ മാസം ഇറങ്ങാൻ പോകുന്ന എല്ലാ ഫോണുകളെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്ടോബറിൽ HOT 10 എന്ന് പറഞ്ഞാൽ ഇൻഫിനിക്സിൻ്റെ ഹോട്ട് സീരീസിലെ ഒരു ഫോൺ ഇറങ്ങുന്നുണ്ട് എന്ന്. അപ്പോൾ അതിൻ്റെ ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിരിക്കുകയാണ്. ഒക്ടോബർ 4-ാം തീയതിയാണ് ഈ പറഞ്ഞ ഫോണിൻ്റെ ലോഞ്ച്. നമ്മളിപ്പോൾ പറഞ്ഞ Infinix HOT 10ൻ്റെ ഒരു ലൈറ്റ് വേർഷൻ, അതായത് Infinix HOT 10 Lite എന്ന് പറഞ്ഞ ഫോൺ ആഫ്രിക്കയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗാനയിലാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും വൈകാതെ ഇന്ത്യയിലോട്ട് വരുന്ന ഒരു ഫോണാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Infinix HOT 10 Liteൽ നമുക്ക് ലഭിക്കുന്ന ഒരു 6.6 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊസസർ എന്ന് പറഞ്ഞാൽ MediaTek Helio A20 എന്ന് പറഞ്ഞൊരു പ്രൊസസറാണ്. MediaTekൻ്റെ ഏറ്റവും പവർഫുൾ അല്ലാത്ത ഏറ്റവും ലീസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസസറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോൺ റൺ ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഗോ എഡിഷൻ ആണ്. ഇതിൽ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. പക്ഷേ കാര്യമില്ല, പ്രൈമറി ആയിട്ട് ഒരു 13 മെഗാപിക്സലിൻ്റെ പ്രൈമറി സെൻസർ ഉണ്ട്, 2 QVGA സെൻസർ ഉണ്ട്. അതായത് VGA ക്യാമറകളാണ് നമുക്കതിൽ 2 ലഭിക്കുന്നത്.
ഒരു കാര്യമില്ല, രണ്ടും ഡെപ്ത് തന്നെയാണ്, വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഒരു 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ഉണ്ട്, 5000 mAh ബാറ്ററി ഉണ്ട്. ഇതിൻ്റെ ആഫ്രിക്കയിലെ വില ഇപ്പോൾ കാണുന്നതാണ്. ഇത് വൈകാതെ ഇന്ത്യയിലോട്ട് വരുന്നതുമായിരിക്കും. ഹോട്ടലിൻ്റെ കൂടെ തന്നെ ഇതും ലോഞ്ച് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ ന്യൂസിന് വേണ്ടിയിട്ട്. വിവോയുടെ X50 സീരീസിൽ ഒരു പുതിയ ഫോണോട് വരുന്നു, വിവോ X50e എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ. ഇത് ഇപ്പോൾ ചൈനയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് വൈകാതെ ഇന്ത്യയിലോട്ടും വരുന്ന ഒരു ഫോൺ തന്നെയായിരിക്കും. X50 സീരീസ് എല്ലാം ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ഇന്ത്യയിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 6.44 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇതൊരു ഫുൾ HD പ്ലസിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ്. റിഫ്രഷ് റേറ്റ് എത്രയാണെന്ന് ഒഫീഷ്യൽ പറഞ്ഞിട്ടില്ല. അത് മിക്കവാറും അപ്പോൾ 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ തന്നെ ആയിരിക്കും. ഈ ഫോണിൽ യൂസ് ചെയ്യുന്ന പ്രോസസർ എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 765G എന്ന് പറഞ്ഞ പ്രോസസറാണ്. ഒരു കോഡ് ക്യാമറ സെറ്റപ്പ് നമുക്ക് ലഭിക്കുന്നത്. 48 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, ഒരു 13 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലഭിക്കുന്നുണ്ട്. 2x ടെലിഫോട്ടോ ആണ്. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് ഉണ്ട്, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ ഉണ്ട്. മുന്നോട്ട് വന്നാൽ ഒരു 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ഉണ്ട്. 4350 mAh ബാറ്ററിയാണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ചൈനയിലെ വില ഇപ്പോൾ കാണുന്നതാണ്. വൈകാതെ ഇത് ഇന്ത്യയിലോട്ട് വരുന്നതാണ്. ഇന്ത്യയിലോട്ട് വരുമ്പോൾ നമ്മളതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഓപ്പോയുടെ A സീരീസിൽ ഒരു പുതിയ ഫോണോടെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, Oppo A93. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ വിയറ്റ്നാമിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് വൈകാതെ ഇന്ത്യയിലോട്ടും വരുന്ന ഒരു ഫോണാണ്. അപ്പോൾ നമ്മുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇത് നമുക്ക് ലഭിക്കുന്നത് ഒരു 6.43 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ്. ഇത് പക്ഷേ ഒരു 60 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ തന്നെയാണ്. പക്ഷേ ഇതൊരു ഡുവൽ പഞ്ച് ഹോളുള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ്. ഇതിൽ യൂസ് ചെയ്യുന്ന പ്രൊസസർ MediaTek Helio P95 എന്ന് പറഞ്ഞ പ്രൊസസറാണ്. നമുക്കൊരു കോഡ് ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ലഭിക്കുന്നത്. 48 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ്, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ, പിന്നെ ഒരു 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ഉണ്ട്. 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ അവിടെയുണ്ട്, ഫ്രണ്ടിലുണ്ട്. 4000 mAh ബാറ്ററി ഉണ്ട്, 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട്. ഈ ഫോണിൻ്റെ വിയറ്റ്നാമിലെ വിലയാണ് ഇപ്പോൾ കാണുന്നത്. ഇത് വൈകാതെ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. റിയൽമിയുടെ X സീരീസിലെ ഏറ്റവും പുതിയ ഫോണായ Realme X7 Pro എന്ന് പറഞ്ഞ ഫോൺ ഇപ്പോൾ NBTC എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ അതോറിറ്റി ലിസ്റ്റ് ആയിരിക്കാൻ. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത് വൈകാതെ ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ നിൽക്കുന്ന ഒരു ഫോണാണ്. NBTC എന്ന് പറഞ്ഞാൽ തായ്ലൻഡിലെ ഒരു സർട്ടിഫിക്കേഷൻ അതോറിറ്റിയാണ്. അപ്പോൾ സാധാരണ റിയൽമിയുടെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വൈകാതെ തായ്ലൻഡിൽ ലോഞ്ച് ചെയ്തിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യയിലോട്ടും ലോഞ്ച് ചെയ്യാൻ നിൽക്കുന്ന ഒരു ഫോണാണ്. അപ്പോൾ നമുക്ക് അടുത്ത മാസം അല്ലെങ്കിൽ ഈ മാസം അവസാനം തന്നെ ഇതിൻ്റെ ഫോണിൻ്റെ ലോഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ്. റിയൽമിയുടെ പുതിയ 2 ഇയർഫോൺസ് വരുന്നുണ്ട്. റിയൽമി ബഡ്സ് എയർ പ്രോയും റിയൽമി ബഡ്സ് വയർലെസ് പ്രോയും. ഇത് രണ്ടിൻ്റെ മെയിൻ ആകർഷണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ടിലും ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ലഭിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ അതാണ് അവർ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെയുള്ളത് LDAC സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് ബഡ്സ് വയർലെസ് പ്രോയിൽ. ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് റിയൽമിയുടെ AIoT ഇവൻറ്റ് വരുന്നുണ്ട്. അത് ഒക്ടോബർ 7 അപ്പോൾ നമുക്ക് ഇവൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. റിയൽമിയുടെ C സീരീസിലെ അടുത്ത ഫോണായ Realme C70 സപ്പോർട്ട് പേജ് ഇന്ത്യൻ വെബ്സൈറ്റിൽ ലിസ്റ്റ് ആയിരിക്കാൻ. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ Realme C70 നമ്മുടെ അപ്കമിങ് ഫോൺസിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ മാസം തന്നെ ഉണ്ടാവുന്നതാണ്. ഈ മാസം മിക്കവാറും ഇനിയിപ്പോൾ ഒക്ടോബർ 2nd വീക്കോ അല്ലെങ്കിൽ ഒക്ടോബർ ലാസ്റ്റ് വീക്കോ അങ്ങനെ അതിനൊക്കെ മുമ്പ് തന്നെ ഉണ്ടാവേണ്ടതാണ്. ഏത് സെഗ്മെൻറ്റിലാണ് ഈ C സീരീസ് ഫോൺ വരുന്നത് എന്ന ഒരു പിടിയുമില്ല. ഒരു ലോഡ് C സീരീസിൻ്റെ ഫോണുകൾ ഇറക്കിയിട്ടുണ്ട്. എന്താകുമോ എന്തോ. OnePlus അവരുടെ ഒരു പുതിയ സൗണ്ട് പ്രോഡക്റ്റിൻ്റെ ടീസിങ് തുടങ്ങിയിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് OnePlusൻ്റെ ഏറ്റവും പുതിയ TWS ആയ OnePlus Buds Z ആയിരിക്കും എന്നാണ്. എന്തായാലും നമുക്ക് അതിൻ്റെ ലോഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അവരിനിയും ടീസിങ് ഒക്കെ ഓരോന്ന് തുടങ്ങും. OnePlusൻ്റെ 8T ലോഞ്ചിൻ്റെ കൂടെ തന്നെ ഇത് ലോഞ്ച് ചെയ്യേണ്ടതാണ്. സാംസങ് ഒരു പുതിയ ആൻഡ്രോയിഡ് ഗോ എഡിഷൻ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, സാംസങ് ഗാലക്സി A3 Core. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ആഫ്രിക്കയിലാണ്, നൈജീരിയയിലാണ്. അപ്പോൾ നമുക്കിത് ഇന്ത്യയിലോട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ നമുക്ക് ലഭിക്കുന്ന ഒരു 5.43 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ്. ഇതിൽ യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്കിതിൽ 1 GB RAM ലഭിക്കുന്നുണ്ട്, 8 GB ഇൻ്റർണൽ സ്റ്റോറേജ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു സിംഗിൾ ക്യാമറയാണ് നമുക്ക് ബാക്കിൽ ലഭിക്കുന്നത്. ഒരു 8 മെഗാ പിക്സലിൻ്റെ സിംഗിൾ ക്യാമറയാണ്. ഫ്രണ്ടിൽ ഒരു 5 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും അവൈലബിൾ ആയിട്ടുണ്ട്. 3000 mAh ബാറ്ററിയാണ് നമുക്കിത് ലഭിക്കുന്നത്. ഇപ്പോൾ കാണുന്നതാണ് ഈ ഫോണിൻ്റെ നൈജീരിയയിലെ വില. ഇത് ഇന്ത്യയിലോട്ട് വരുന്നതായിരിക്കും. സാംസങ്ങിൻ്റെ ഓൾറെഡി സാംസങ് ഗാലക്സി M01 Core എന്ന് പറഞ്ഞൊരു ഫോണുണ്ട്. അതുമായിട്ട് എന്താ പറയുക സിമിലറായിട്ട് നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാൻ ഇതിൻ്റെ ഇന്ത്യൻ പ്രൈസിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ OPNewsൻ്റെ എപ്പിസോഡ്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.